നമ്മുടെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ബലിപെരുന്നാൾ ആശംസകൾ. ഷിജുക്കുട്ടൻ പെരുന്നാളായിട്ട് മുണ്ട കൊടുത്ത് ഫോട്ടോ ഷൂട്ടിന് നിൽക്കുകയാണ്. അപ്പോൾ അവനെ ഈ ട്രെയിനിങ്ങൊക്കെ കൊടുത്തിരിക്കുന്നത് ഷിജുക്കുട്ടൻ്റെ ഉമ്മയാണ്. പെട്ടെന്നൊന്നും അവന് ഇതിനൊന്നും നിന്ന് കിട്ടില്ല. കുറേ കാലത്തെ പരിശ്രമം കൊണ്ടാണ് അവനിങ്ങനെ ഫോട്ടോ ഷൂട്ടിനൊക്കെ നിൽക്കുന്നത്. അവനിങ്ങനെ പുതിയ മുണ്ടും ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഇതൊക്കെ ഫോട്ടോ ഷൂട്ടിൻ്റെ ഭാഗമാണ്, ഇതൊക്കെ എന്തിൻ്റെ ഒരു ഭാഗമാണ് കൊണ്ടൊക്കെ അവൻ നിന്ന് തരും. അപ്പോൾ ഷിജുക്കുട്ടൻ വലിയ സന്തോഷത്തിലാണ്. അതാണ് തലയൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാച്ച് അതേമാതിരി കൂളിംഗ് ഗ്ലാസ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവനിക്കറിയാം. അപ്പോൾ അവൻ അഭിനയിക്കാൻ നിൽക്കണമെന്നുള്ള അവനിക്കറിയും. അപ്പോൾ അവനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി നിന്ന് തരും. അത് അവനിക്ക് ഇങ്ങനെ കുറേ കാലത്തെ അവൻ്റെ ഉമ്മ കൊടുത്ത ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവൻ അതിനൊക്കെ സഹകരിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിലും അവൻ ഈ സഹകരണത്തിനൊന്നും കിട്ടില്ല. അപ്പോൾ ഓരോരോ സ്റ്റേജിൽ അവൻ ഇരിക്കും. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും. പിന്നെ ഈ ഷിജുക്കുട്ടാ പറഞ്ഞാൽ നിൽക്കും. ഷിജുക്കുട്ടനിക്ക് സ്റ്റേജ് കാണിക്കാനും അതേമാതിരി ഫോട്ടോ എടുക്കുന്നത് എന്തിനാണെന്നൊന്നും അവനിക്കറിയില്ല. അവൻ്റെ ഉമ്മ കൊടുത്ത പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോരോ ചെയ്യാൻ പറയുമ്പോൾ അവൻ അതിനനുസരിച്ച് നിന്ന് തരികയാണ്. എന്നെ ധാരാളം രക്ഷിതാക്കൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്, ഷിജുക്കുട്ടനെയും വെച്ച് നിങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുക. എനിക്ക് സാധാ നോർമലായ കുട്ടിയുണ്ട്, അവൻ വിദ്യാഭ്യാസപരമായി ഒരുപാട് പിന്നോട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം വിഷമമാണ് അനുഭവിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും മാമ, എങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം നമ്മളും ആദ്യം ദുഃഖത്തിലും വിഷമത്തിലൊക്കെ തന്നെ ജീവിച്ചത്. അങ്ങനെ ജീവിച്ചുകൊണ്ട് ഇവർക്ക് ഒരു നേട്ടം ഉണ്ടായില്ല. നമ്മുടെ ആരോഗ്യം മോശമായി പോകുക എന്നല്ലാണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. അപ്പം നമ്മൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മളിനെയും താഴെയുള്ള ഇതിനെയും വെച്ച് മോശമായ കുട്ടികളെ തന്നെ നോക്കുക. അവരും ഈ ലോകത്ത് ജീവിക്കണമല്ലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കുട്ടികളായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അല്ലാതെ അവർക്കും പല കഴിവുകളുണ്ടാവും. അല്ലാണ്ട് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് മാത്രം കഴിവുണ്ടാകണമെന്നില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുണ്ടാവും. അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരിക. നമ്മൾ ഷിജുക്കുട്ടനിക്ക് ചില കഴിവുകളുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അതേമാതിരി നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് കഴിവുണ്ടോ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്ന് സന്തോഷത്തോടെ ജീവിതകാലം പറഞ്ഞ കുറച്ച് കാലമുള്ളത് അത് സന്തോഷത്തോടെ ജീവിക്കുക. അല്ലാണ്ട് മറ്റുള്ള കുട്ടികളുടെ ഒപ്പം വരണം പറഞ്ഞ് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും കഴിവുള്ളവരാണ്. ഇവിടെ ആരും മോശമില്ല. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഷിജുക്കുട്ടനെ ആലോചിച്ച് നമ്മൾ എത്ര വിഷമിക്കണം. ഞങ്ങൾ സന്തോഷമായി ജീവിച്ചുകൊള്ളു അവനെ വെച്ചിട്ട്. ഇതൊക്കെ അവൻ പഠിച്ചു ഇനി മുന്നേറും, അവൻ നാളെ എന്താകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം വരുത്തി വെക്കുക എന്നല്ലാണ്ട് അവൻ നേരാവില്ല, മുന്നോട്ട് വരില്ല. നമുക്ക് രോഗം എന്തെങ്കിലുമൊക്കെ വന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാത്ത രോഗങ്ങളൊക്കെ വന്ന് നമ്മൾ രോഗിയായി കിടക്കുന്നല്ലാതെ അതുകൊണ്ട് ഒരു നേട്ടവും നമുക്ക് ഉണ്ടാകാൻ പോണില്ല. എന്തിൽ കഴിവുണ്ടോ അതിനെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാണ്ട് നമ്മളുടെ കഴിവിനനുസരിച്ച് അവന് വളച്ചോടിച്ച് കൊണ്ടുവരാൻ ഒരിക്കലും പറ്റില്ല. നമ്മളുടെ ഇവിടെ പലവരും മുന്നേറി വന്നിട്ടുള്ളവരൊക്കെ ഇതേമാതിരി വിദ്യാഭ്യാസത്തിൽ കഴിവ് കുറഞ്ഞവരാണ്. കഴിവുള്ളവർ പറഞ്ഞാൽ അവർ ജോലിയിലെത്തുന്നല്ലാതെ ഒരു ഗവൺമെൻറ് ജോലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പഠിച്ചവർ. പക്ഷെ പഠിക്കാത്തവർ എത്രയോ ജോലിക്കാർക്ക് ജോലി കൊടുക്കുന്ന ആളുകളായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അവർ വലിയ പഠിപ്പൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ നിസ്സാരം പറയുകയാണെങ്കിൽ പഴയ ഇരുമ്പ് കച്ചവടം നമ്മൾ ഏറ്റവും ഇപ്പോൾ സാധാരണ കണക്കാക്കുന്നതാണ് പഴയ ഇരുമ്പ് കച്ചവടം. പഴയത് അത്ര ഏറ്റവും ചെറിയൊരു ബിസിനസ്സാണ്. അത് ചെയ്തിട്ട് കോടീശ്വരന്മാരായ എത്രയോ ആൾക്കാരുണ്ട്. അതേമാതിരി പഴയ ചാക്ക് കച്ചവടം ചെയ്യുന്നവർ അവരെത്രയോ കോടീശ്വരന്മാരായിട്ടിരിക്കുന്നവരുണ്ട്. ഈ ജോലിക്കാരൻ വാങ്ങുന്ന ചെറിയ ശമ്പളന്മാരിയൊന്നുമില്ല. പലവർക്കും പല കഴിവുണ്ടാവും. നമ്മൾ ആരിനെയും കുറഞ്ഞു കാണാൻ പറ്റില്ല. അവർ പഠിക്കുന്നില്ല പറഞ്ഞിട്ട് മോശമായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. അവർക്കും കഴിവുകളുണ്ട്. നമ്മൾ അവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക. അല്ലാണ്ട് എൻ്റെ മകൻ +2 ജയിക്കണം, അത് കഴിഞ്ഞ് ഡിഗ്രി പോകണം, ഡിഗ്രി ജയിക്കണം, അത് എൻ്റെ അപ്പുറം ജയിക്കണം എന്നുള്ള ചിന്ത. ജയിക്കുന്നവർ ജയിച്ചു പോട്ടെ, അവനെ പ്രോത്സാഹിപ്പിക്കുക. ജയിപ്പിക്കാത്തവരിനെ നമ്മൾ അവനെ പ്രസ് ചെയ്ത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളും കേടുവരും, അവരും നശിക്കും. ഒടുവ് കുടുംബത്തിൽ സമാധാനം ഉണ്ടായില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനായി ആവശ്യമില്ലാത്ത രോഗങ്ങളൊക്കെ വരുത്തി വയ്ക്കും. ഇന്ന് രോഗത്തിന് മുഖ്യമായ കാരണം മാനസിക സംഘർഷമാണ്. മാനസിക സംഘർഷം ഇന്നത്തെ രോഗത്തിൽ. പിന്നെ ഭക്ഷണ രീതിയും ഇതാണ് ഇന്നത്തെ രോഗത്തിന് കാരണം. ഇപ്പോൾ എല്ലാ സമയത്തും കള്ളും വെള്ളവും അടിച്ചിരിക്കുന്നവർക്ക് കിഡ്നിയും പോകണില്ല, ഒന്നും പോകണില്ല. വെറുതെ ഇരിക്കണമെനിക്ക് വരും. അത് പറഞ്ഞാൽ ഇവർ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അവരൊന്നും ചിന്തിക്കില്ല. അവർക്ക് ഒരു ദിവസം കഴിഞ്ഞു അങ്ങനെയാണ്. അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത അനാവശ്യമായ ചിന്തകളൊന്നും ചിന്തിക്കാണ്ടിരിക്കുക. നമ്മളുടെ മക്കളെ അവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. ഇന്നൊക്കെ ഒരു കുട്ടി 2 കുട്ടിയൊക്കെ ഉള്ളൂ, കുറവുകളാണ് മക്കൾ. പണ്ടത്തെ മാതിരി 8-10 മക്കളൊന്നുമില്ല. അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് ചെയ്യുക, ആത്മഹത്യ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വിഷമം കൊണ്ട് അവർ ചെയ്തു പോയ നഷ്ടം നമുക്ക് തന്നെയാണ്. ഇപ്പോൾ
ഇപ്പം നമ്മൾ ശുചിക്കുട്ടനെ നമ്മൾ നോക്കുമ്പോൾ ശുചിക്കുട്ടനെയും വെച്ച് മോശമുള്ള എത്രയോ കുട്ടികളുണ്ട്. സ്വന്തം വസ്ത്രം പോലും ഇടാത്ത കുട്ടികളുണ്ട്. സ്വന്തം പല്ല് തേക്കില്ല, കടന്ന പായി എണിക്കാൻ കഴിയില്ല, എല്ലാത്തിനും പൊക്കിക്കൊണ്ടുപോകണം, ഏറ്റിക്കൊണ്ടുപോകണം, കുളിപ്പിച്ചു കൊടുക്കണം, അവനെ ഉരുട്ടിക്കൊണ്ടുപോകണം, ഏറ്റിക്കൊണ്ടുപോകണം. ഇങ്ങനെ പല മേഖലയുള്ള കുട്ടികളുണ്ട്. അവനെ കാണുമ്പോൾ ശുചിക്കുട്ടന് എത്രയോ മെച്ചമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ അങ്ങനത്തെ കുട്ടികളെ കാണുന്നുണ്ട്, ഇഷ്ടംമാതിരി കാണുന്നതാണ്. അവന് ആ രക്ഷിതാക്കളെല്ലാം ചെയ്തുകൊണ്ട് സംരക്ഷിക്കുന്നവരുണ്ട്. അവരും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. നമ്മൾ അവനെ പുറത്ത് കാണുന്നില്ല എന്നുള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ട് നമ്മളെ പുറത്ത് കാണുന്നു, അത്രേനെ വ്യത്യാസമുള്ളൂ. അപ്പം നമ്മൾ കീഴ്പോട്ട് ചിന്തിക്കുക. നിങ്ങളുടെ മക്കൾക്കൊക്കെ സംസാരിക്കാൻ അറിയില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ചോദിച്ചു വാങ്ങാൻ അറിയില്ലേ? വെള്ളം വേണം പറയാൻ അറിയില്ലേ? ശുചിക്കുട്ടനിക്ക് എന്തറിയും? ഒന്നും അറിയില്ല. അതൊന്നും ചോദിച്ചു വാങ്ങാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ അവനെയും വെച്ച് മെച്ചമല്ല എൻ്റെ മകൻ എന്ന് മാത്രം ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും. നിങ്ങൾ നല്ല ധൈര്യത്തിലിരിക്കുക. നമ്മുടെ എല്ലാ കുട്ടികളും കഴിവുള്ളവരാണ്. അവർക്ക് എന്താ കഴിവ് അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടു കൊടുക്കുക. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്തതിൻ്റെ അപ്പുറം ചിന്തിച്ച് അടുത്ത വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ ബന്ധുക്കളുടെ കുട്ടി അല്ലെങ്കിൽ അനിയൻ്റെ കുട്ടി അവരൊക്കെ ഇന്ന ലെവലിലെത്തി, എൻ്റെ മകൻ ഇങ്ങനെ എത്തിയില്ല എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. വളരെ മോശമായി കിടക്കുന്ന കുട്ടികളൊക്കെ എത്രയോ കുട്ടികൾ നല്ല നിലയിൽ ജീവിച്ച് സമ്പാദിച്ച് സുഖമായി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടിനെ ആലോചിച്ച് നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതെ മക്കളെ നന്നായി ചേർത്ത് പിടിക്കുക.